ഹാജരാക്കണം. തുടർന്ന് മെയ് 5-ന് വീണ്ടും കോടതി ഈ കേസ് പരിഗണിക്കും. ശരി, പുതിയ നിയമനങ്ങൾ പാടില്ല. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന് സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നു. കേസ് മെയ് 5-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര ധർമ്മരാജ്. വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്വാഗതാർഹമെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ നിയമത്തിൽ നിറയെ അപാകതകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പല കാര്യങ്ങളും അഭിലഷണീയമല്ല. ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങളിലുള്ള ഇൻ്റർഫിയറൻസ് ആണ്. അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട കോടതി ഇതിനകം തന്നെ ഒബ്സർവേഷൻസ് വന്നു കഴിഞ്ഞു. അത്രയും പ്രത്യാശ ഉളവാക്കുന്നു. അന്തിമ വിധി എന്താണോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഏത് നിയമവും അപ്പാടെ കോടതി കേട്ടപാട് സ്റ്റേ ചെയ്യുന്ന പതിവില്ല. അതുകൊണ്ടാണ് സ്റ്റേ ചെയ്യാത്തത്. പക്ഷെ ഒരാഴ്ചത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. അത്രയും പ്രത്യാശയാണ്. നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടിയെടുക്കുമെന്ന് താരസംഘടനകൾ. ഷൈൻ ടോം ചാക്കോക്കെതിരെ ഫിലിം ചേംബറിനും സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും താരസംഘടനയായ അമ്മയ്ക്കുമാണ് വിൻസി പരാതി നൽകിയത്. വിഷയത്തിൽ നടിയെ പിന്തുണച്ച്